എല്ലാവർക്കും ഗൈഡ് ഫോർ കെമിസ്ട്രിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ക്ലാസ് 12ന്റെ ചാപ്റ്റർ 6 ആയിട്ടുള്ള ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അലീൻസിന്റെ പാർട്ട് 4 വീഡിയോ ആണ് ചെയ്യണേ. സോ ഇതുവരെ നമ്മൾ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻസും ഒക്കെ പഠിച്ചു അല്ലേ? എന്തിനെ വെച്ചിട്ട് ഹാലോ അലീൻസിന്റെയും ഹാലോ ആൽക്കെയിൻസിനെയും വെച്ചിട്ട് പഠിച്ചു. അതിന്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ നോമൻക്ലേച്ചർ പഠിച്ചു. പിന്നെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻസ് പഠിച്ചു. ഇനി അടുത്തത് അതിന്റെ പ്രോപ്പർട്ടീസ്, ബോത്ത് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ. അപ്പൊ ഇതില് മെയിൻ ആയിട്ടും നമ്മൾ നോക്കാനുള്ളത് മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റും സോളിബിലിറ്റിയും ആണ്. ഈ രണ്ട് ടോപ്പിക്സ് ആണ് മെയിൻ ആയിട്ട് കവർ ചെയ്യാനുള്ളത്. സോ ആദ്യം നമുക്ക് മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് എന്താ നോക്കാം. ഇൻ ഹാലോ ആൽക്കീൻസ് CX bond is polar due to greater electronegativity of halogen atom. അതായത് നമ്മുടെ ഹാലോ ആൽക്കീൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് കാർബൺ ഹാലജൻ തമ്മിലുള്ള ബോണ്ട് ആണല്ലോ. സോ CX ബോണ്ട് ആണല്ലോ. അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇലക്ട്രോണെഗറ്റിവിറ്റി കൂടുതൽ കാർബണേക്കാട്ടും ഹാലജൻ ആണ്. ഹാലജൻ ആണ് ഇലക്ട്രോണെഗറ്റിവിറ്റി കൂടുതൽ. സോ എന്തുണ്ടാവും? CX ബോണ്ട് പോളാർ നേച്ചർ ആവും, പൊളാരിറ്റി കാണിക്കും. ഒരെണ്ണം മറ്റേതിനെക്കാട്ടും കൂടുതൽ ഇലക്ട്രോനെഗറ്റീവ് ആണ്, അല്ലെങ്കിൽ ഒരെണ്ണം വേറെ ഒന്നിനെക്കാട്ടും കൂടുതൽ പോളാർ ആണ്. ലൈക്ക് ഒരെണ്ണം നെഗറ്റീവ് ഒരെണ്ണം പോസിറ്റിവിറ്റി അങ്ങനെ കാണിക്കുകയാണെങ്കിൽ അതിനെയാണ് പൊളാരിറ്റി പറയാ. ഡിഫറൻസ് ഇൻ ദർ ചാർജസ് അത് കാണിക്കുമ്പോഴാണ് നമ്മൾ ഒരു കമ്പൗണ്ട് പോളാർ ആണെന്ന് പറയാം. സോ ഇവിടെ എന്തുണ്ട്? കാർബണെ കമ്പയർ ചെയ്തിട്ട് നമ്മളെ ഹാലജന് കൂടുതൽ നെഗറ്റീവ് ചാർജ് ഉണ്ട്, ഇലക്ട്രോനെഗറ്റിവിറ്റി അവിടെ കൂടുതലാണ്. സോ അതുകൊണ്ട് എന്താണ്? CX ബോണ്ട് പോളാർ ആണ്. സോ ആ പൊളാരിറ്റിയും പിന്നെ അവരുടെ മോളിക്കുലർ മാസ് ഒക്കെ ഹയർ ആണ്, മോളാർ മാസ് ഹയർ ആണ്. സോ ഡ്യൂ ടു ദിസ് ഗ്രേറ്റർ പൊളാരിറ്റി ആൻഡ് ഹയർ മോളാർ മാസ്, ഇവരുടെ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഒന്നല്ലെങ്കിൽ ഡൈപോൾ ആവാം, വാൻഡർവാൾ ഫോഴ്സസ് ആവാം. ആ രണ്ട് അട്രാക്ഷൻസ് ആയാലും സ്ട്രോങ്ങർ ആണ്, സ്ട്രോങ് ബോണ്ട് ആണ് അവർക്കുള്ളത്. സോ ആ ബോണ്ടിനെ പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഹൈ മെൽറ്റിങ്ങും ഹൈ ബോയിലിംഗ് പോയിന്റും വേണം ബാക്കിയുള്ളവരെ കമ്പയർ ചെയ്തിട്ട്. ഓക്കെ. സോ ഹാലോ ആൽക്കെയിൻസിന്റെ കേസ് പറയുകയാണെങ്കിൽ നമ്മുടെ കാർബൺ ഹാലജൻ ബോണ്ട് പോളാർ ആണ്. ആ പോളാർ നേച്ചറിന് കാരണം ഈ ഹാലജന്റെ ഹയർ ഇലക്ട്രോനെഗറ്റിവിറ്റി കാരണമാണ്. സോ ആ ഇലക്ട്രോനെഗറ്റിവിറ്റി കാരണം ഇവർ പോളാറായി. സോ ആ ഗ്രേറ്റർ പൊളാരിറ്റിയും ഹയർ മോളാർ മാസും കാരണം ഇവർ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ സ്ട്രോങ്ങർ ആയി. അങ്ങനെയാണ് ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ സ്ട്രോങ്ങർ ആവുന്നത്. അങ്ങനെ സ്ട്രോങ് ബോണ്ട് ആയ കാരണം, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ സ്ട്രോങ്ങർ ആയ കാരണം അവർക്ക് ഹയർ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്സ് ആണ്. ഇനി നമ്മൾ സെയിം ആൽക്കൈൽ ഗ്രൂപ്പ് തന്നെ എടുക്കുക വിചാരിക്കൂ. ആറ് തന്നെയാണ്, RI, RBr, RCl, RF എല്ലാം ആറ് സെയിം ആണ്, ആൽക്കൈൽ ഗ്രൂപ്പ് സെയിം ആണ്. പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്ന ഹാലൈഡ്സ് മാറുകയാണെങ്കിൽ എങ്ങനെ അവർ ബോയിലിംഗ് പോയിന്റിനെ ഓർഡർ ആക്കും, അതാണ് ഇവിടെ കാണിച്ചത്. അതെങ്ങനെയാണ് വരിക? ബോയിലിംഗ് പോയിന്റ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക RIക്ക് ആയിരിക്കും. അയഡൈഡിന്റെ ഒപ്പം ആൽക്കൈൽ ചേരുമ്പോഴാണ് കൂടുതൽ ഉണ്ടാവുക. പിന്നെ ബ്രോമൈഡ്, പിന്നെ ക്ലോറൈഡിന്റെ ഒപ്പം, പിന്നെ ഫ്ലൂറൈഡിന്റെ ഒപ്പം, അറ്റ് ലാസ്റ്റ് ആണ് ഫ്ലൂറൈഡ്. സോ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ പാറ്റേൺ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത് എന്തുകൊണ്ടാണെന്നുള്ളത്. കാരണം എന്താ? നമ്മുടെ ഹാലജന്റെ മോളാർ മാസ് സൈസ് ഇതൊക്കെ കൂടുതലാണ്. സോ കൂടുതൽ സൈസും മാസും ഉള്ള ആള് ആൽക്കൈൽ ഗ്രൂപ്പിന്റെ വരികയാണെങ്കിൽ അവരുടെ വാൻഡർവാൾ ഫോഴ്സും കൂടും. ഓക്കെ, വാൻഡർവാൾ ഫോഴ്സും കൂടും. നമ്മൾ പറഞ്ഞല്ലോ, ഗ്രേറ്റർ പൊളാരിറ്റിയും ഹയർ മോളാർ മാസും ആയ കാരണമാണ് അവരുടെ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ സ്ട്രോങ്ങർ ആയത്. സോ മോളാർ മാസ് ഈ ഹാലജന്റെ കൂടുന്നതിനനുസരിച്ചിട്ട് എന്തുണ്ടാവുന്നുണ്ട്? ആ ബോണ്ട് സ്ട്രോങ്ങർ ആവുന്നുണ്ട്, വാൻഡർവാൾ ഫോഴ്സസ് എല്ലാം സ്ട്രോങ്ങർ ആവുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ അവരുടെ ബോയിലിംഗ് പോയിന്റും കൂടുതലായിരിക്കും. കൂടുതൽ മാസ് ഉള്ള ഹാലജൻ ആണെങ്കിൽ കൂടുതലായിരിക്കും ബോയിലിംഗ്. സോ അതിന്റെ ഓർഡർ ഇതാണ്. ഈ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഒക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെന്നൊക്കെ തോന്നും, പക്ഷെ ഈ വൺ വേർഡിനും കാര്യങ്ങൾക്കും റീസണിങ്ങും ഒക്കെ ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ളതാണ്. സോ അത് എന്താ പറയാ, നോക്കാണ്ട് പോകരുത്. അതിന് കുറച്ച് സിഗ്നിഫിക്കൻസ് കൊടുക്കുക, അതിന് കുറച്ച് പ്രയോറിറ്റി കൊടുക്കുക. ജസ്റ്റ് മനസ്സിലാക്കിയേ വേണ്ടു, പക്ഷെ അത് നന്നായിട്ട് മനസ്സിലാക്കുക, അർത്ഥം മനസ്സിലാക്കിയിട്ട് തന്നെ പഠിക്കുക. ഓക്കെ. അപ്പൊ നമ്മുടെ ഹാലജന്റെ മാസ് കൂടുന്നതിനനുസരിച്ച് എന്തിട്ടുണ്ടാവുന്നുണ്ട്? ബോയിലിംഗ് പോയിന്റ് കൂടുന്നുണ്ട്. സോ RIക്കാണ് ഏറ്റവും കൂടുതൽ, ഏറ്റവും കുറവ് RFനുമാണ്. ഓക്കെ. ഇനി അടുത്തത് ഒരു ഐസോമറിക് ഹാലോ ആൽക്കെയിൻ എടുക്കാന്ന് വിചാരിക്കാം. ഐസോമർ ആയിട്ടുള്ള, ലൈക്ക് നമുക്ക് എങ്ങനെ വേണമെങ്കിലും അതിനെ ബ്രാഞ്ചിങ് പല രീതിയിലൊക്കെ കൊടുക്കാം. സോ ഐസോമറിക് ഹാലോ ആൽക്കെയിൻസിന്റെ ബോയിലിംഗ് പോയിന്റ് ബ്രാഞ്ചിങ് കൂടുന്നതിനനുസരിച്ചിട്ട് കുറയും. കാരണം എന്താ വെച്ചാൽ ബ്രാഞ്ചിങ് കൂടിയെന്ന് വിചാരിക്കൂ, നമ്മളൊരു CH3 ഇങ്ങനെ എഴുതുകയാണ്, അതിന്റെ ബ്രാഞ്ചസ് ആയിട്ട് എഴുതുകയാണെങ്കിൽ അതിന്റെ സർഫസ് ഏരിയ, ആ മോളിക്യൂളിന്റെ സർഫസ് ഏരിയ കുറയും.
സർഫസ് ഏരിയ കുറഞ്ഞ, അതായത് അവർ അടുത്തടുത്തല്ല നിൽക്കുക, കുറച്ച് ദൂരെ ദൂരെ പോകും. സോ ആ ഒരു ബോണ്ട് എന്താവുന്നുണ്ട്, ബോണ്ട് വീക്കർ ആവുന്നുണ്ട് അല്ലെ. ഒന്ന് പ്രാക്ടിക്കലി ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളൊരു ബോണ്ട് എടുത്തു, ആ ബോണ്ടിനെ ഒരുമിച്ച് വെക്കുന്നതാണോ ബ്രാഞ്ച് ബ്രാഞ്ച് ആയിട്ട് വിടർത്തി വിടർത്തി വെക്കുമ്പോഴാണോ പൊട്ടിക്കാൻ എളുപ്പം? ബ്രാഞ്ച് ബ്രാഞ്ച് ആയിട്ട് ഓരോന്നാക്കിയിട്ട് വെക്കുമ്പോഴാണ് പൊട്ടിക്കാൻ എളുപ്പം അല്ലെ. സോ അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഈ ബ്രാഞ്ചിങ് കൂടുന്നതിനനുസരിച്ചിട്ട് ആ മോളിക്യൂളിന്റെ സർഫസ് ഏരിയ കുറയും. സോ വാട്ട് ഹാപ്പൻസ് ഇസ് വാൻ ഡെർ വാൾസ് ഫോഴ്സസ് കുറയും, അങ്ങനെ ബോയിലിംഗ് പോയിന്റും കുറയും. സോ ബ്രാഞ്ചിങ് കൂടി കഴിഞ്ഞാൽ ഐസോമെറിക് ഹാലോ ആൽക്കീന്റെ ബോയിലിംഗ് പോയിന്റ് കുറയും. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഐസോമെറിക് ഡൈഹാലോ ബെൻസീൻസ് വന്നു എന്ന് വിചാരിക്കും. അതായത് നമ്മൾ പറഞ്ഞു ഹാലജൻ 2 പൊസിഷനിൽ, ഒരേ ഹാലജൻസ് തന്നെ 2 പൊസിഷനിൽ വരുന്നതോ അങ്ങനെ. അപ്പൊ ഐസോമെറിക് കണ്ടീഷൻസ് എന്തൊക്കെയാ? ഓർത്തോ, പാര, മെറ്റയാണ് നമുക്കറിയാലോ. അപ്പൊ എങ്ങനെ പോയാലും അത് ആ 3 പൊസിഷനേ ഉള്ളൂ ബെൻസീൻസിന്റെ കേസിൽ, എരീൻസ്, ഹാലോ എരീൻസിന്റെ കേസിൽ. സോ അതില് പാര ഐസോമേഴ്സിനാണ് ഹയർ മെൽറ്റിംഗ് പോയിന്റ് ആസ് കമ്പയർഡ് ടു ഓർത്തോ ആൻഡ് മെറ്റ. ബിക്കോസ് ആ പാര ഐസോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സിമിട്രി ഭയങ്കര സിമിട്രിക്കൽ ആണ്. ലൈക്ക് ഇതും പോലെയല്ല, കുറച്ച് സിമിട്രിക്കൽ ആണല്ലോ, ഓപ്പോസിറ്റ് സൈഡിലാണ് 2 ഹാലജനും നിൽക്കുന്നത്. സോ ഇറ്റ് ഇസ് ഡ്യൂ ടു ദ സിമിട്രി ഓഫ് പാര ഐസോമർ, ഇറ്റ് ഫിറ്റ്സ് മോർ ഇൻ ടു ദറ്റ് ക്രിസ്റ്റൽ ലാറ്റിസ് കമ്പയർഡ് ടു ഓർത്തോ ആൻഡ് മെറ്റ. അതുകൊണ്ട് തന്നെ അവരെ പൊട്ടിക്കാൻ കുറച്ച് പാടാണ്. സോ ഹൈ മെൽറ്റിംഗ് ആണ്, മെൽറ്റിംഗ് പോയിന്റ്സ് ആണ് ഐസോമെറിക് ഡൈഹാലോ ബെൻസീൻസിൽ നോക്കിയാൽ പാരയ്ക്ക് ഉള്ളത്. ഓക്കെ, ഇനി അതിലെ ലാസ്റ്റ് സംഭവമാണ് സോളിബിലിറ്റി. സോ സോളിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെള്ളത്തിൽ ഈ ഹാലോ ആൽക്കീൻസ് അത്ര സോളിബിൾ അല്ല. ദ റീസൺ ഇസ് ദേ കനോട്ട് ഫോം ഹൈഡ്രജൻ ബോണ്ട് വിത്ത് വാട്ടർ. ആൽക്കൈൽ ഫ്ലൂറൈഡ്സ് ഒഴിച്ച് ബാക്കി എല്ലാവരും നോക്കിക്കഴിഞ്ഞാൽ വെള്ളമായിട്ട് അത്രയ്ക്ക് ഹൈഡ്രജൻ ബോണ്ട്സ് ഉണ്ടാക്കാൻ പറ്റില്ല. അതിന്റെ റീസൺ ആണ് ഇനി പറയാൻ പോകുന്നത്. ഈ ഹാലോ ആൽക്കീൻസിന് നമ്മൾ പറഞ്ഞു വാട്ടറിൽ ലൈറ്റ് സോളിബിലിറ്റി ആണ്, കാരണം ഹൈഡ്രജൻ ബോണ്ട്സ് ഫോം ചെയ്യാൻ പറ്റണില്ല. കാരണം എന്താ? ഹൈഡ്രജൻ ബോണ്ട്സ് സ്ട്രോങ് ഇന്റർമോളിക്കുലർ ഫോഴ്സസ് ആണ്. ഹൈഡ്രജൻ ഓക്സിജൻ ബോണ്ട് എന്ന് പറഞ്ഞ സ്ട്രോങ് ബോണ്ട് ആണ്. ആ വാട്ടർ മോളിക്യൂൾസിനെ അങ്ങനെ തന്നെ വെക്കുന്നത് ആ ഹൈഡ്രജൻ ബോണ്ടിന്റെ സ്ട്രോങ് ഇന്റർമോളിക്കുലർ ഫോഴ്സസ് കാരണമാണ്. ഈ ഹാലോ ആൽക്കീൻസ് പറയുകയാണെങ്കിൽ അതിൽ ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്, ആർ ഗ്രൂപ്പ് ഉണ്ട്. ആ ആർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഹൈഡ്രോഫോബിക് ആണ്, വിച്ച് മീൻസ് ഇറ്റ് റിപ്പൽസ് വാട്ടർ. വാട്ടർ ആയിട്ട് ഒരു അട്രാക്ഷൻ ഇല്ല ഇവർക്ക്. അട്രാക്ഷൻ ഉണ്ടെങ്കിലല്ല നമുക്ക് ബോണ്ടിങ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സോ ഈ ഹൈഡ്രജൻ ബോണ്ട് വെള്ളമായിട്ട് നമ്മുടെ ഹാലോ ആൽക്കീൻസിന് ഉണ്ടാക്കണമെങ്കിൽ അവർക്ക് ആവശ്യമുള്ള ഈ ഹൈഡ്രജൻ ബോണ്ടിനെ മുറിച്ചിട്ട് ആ ഹൈഡ്രജൻ ബോണ്ട് പൊട്ടിച്ചിട്ട് വേണമല്ലോ ഹാലോ ആൽക്കീൻസിന് അവിടെ കയറാൻ, വെള്ളമായിട്ട് ബോണ്ട് ചെയ്യണമെങ്കിൽ. പക്ഷെ ആ ഹൈഡ്രജൻ ബോണ്ട്, വെള്ളത്തിലെ ഹൈഡ്രജൻ ബോണ്ട്സ് പൊട്ടിക്കാൻ അത്രയുള്ള എനർജി ഹാലോ ആൽക്കീൻസിൽ നിന്ന് റിലീസ്ഡ് ആവുന്നില്ല. ഓക്കെ, അതായത് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക, ഒരു വിഷ്വലൈസ് ചെയ്യുക നിങ്ങൾ ഞാൻ പറയുന്ന കാര്യം. അതായത് ഹാലോ ആൽക്കീൻസ് വരികയാണ് വെള്ളത്തിലേക്ക്. വെള്ളത്തിലാച്ചാൽ സ്ട്രോങ് ആയിട്ടുള്ള ഹൈഡ്രജൻ ബോണ്ട്സ് ഉണ്ട്. സോ ഈ ഹൈഡ്രജൻ ബോണ്ട്സിനെ പൊട്ടിച്ചാലേ ഹാലോ ആൽക്കീൻസിന് വെള്ളമായിട്ട് ഒരു ഇന്ററാക്ഷൻ ഉണ്ടാവുള്ളൂ. പക്ഷെ എന്തുണ്ട്, വരുന്ന ഹാലോ ആൽക്കീൻസിന് ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് എനർജി ഉണ്ടാവുമല്ലോ. പക്ഷെ ആ എനർജി പോരാ നമ്മുടെ വാട്ടറിലുള്ള ഹൈഡ്രജൻ ബോണ്ട്സിനെ പൊട്ടിക്കാൻ. ഇപ്പൊ ക്ലിയർ ആയി തോന്നുന്നു. അപ്പൊ വരുന്ന ആൾക്ക് പൊട്ടിക്കേണ്ട ആള്, അതായത് ഹൈഡ്രജൻ ബോണ്ട്സിന് പൊട്ടിക്കേണ്ട അത്ര എനർജി ഇല്ല, ആവശ്യത്തിന് എനർജി ഇല്ല ഇതിനെ പൊട്ടിക്കാൻ. അപ്പൊ എന്തുണ്ടാവും, അവർ തമ്മിൽ അത്രയ്ക്ക് അങ്ങോട്ട് ഒന്നിച്ചു പോവില്ല, ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അത്രയ്ക്ക് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അത് സ്ലൈറ്റ്ലി സോളിബിൾ ഇൻ വാട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയാണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്.